കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഇന്ന് പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ മാന്യ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. ഒരു ദിവസം കൂടെ ദൈവം നമുക്ക് ദാനമായി നൽകിയല്ലോ. ദൈവത്തിൻ്റെ ദയയും വിശ്വസ്തതയും കരുണയും ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. പർവ്വതങ്ങൾ മാറിപ്പോകും, കുന്നുകൾ നീങ്ങിപ്പോകും, എങ്കിലും ദൈവത്തിൻ്റെ ദയ നമ്മെ വിട്ട് മാറുകയില്ല. അവിടുത്തെ സമാധാനത്തിൻ്റെ നിയമം നീങ്ങിപ്പോകുകയില്ല എന്നൂടെ ഇന്ന് പകൽ ഒന്ന് തിരിച്ചറിയാൻ നമുക്ക് ഇടയാവണം. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം സകലത്തിലും ജയം പ്രാപിക്കാൻ ഇടയായിത്തീരണം. സകലത്തെയും ജയിച്ചവൻ മൂന്നാം ദിവസം മരണത്തെയും പാതാളത്തെയും വെല്ലുവിളിച്ചുകൊണ്ട്, മരണമേ പാതാളമേ നിൻ്റെ ശക്തമായ വെല്ലുവിളികൾ അതിജീവിച്ചുകൊണ്ട് ഞാൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് പറഞ്ഞ ആ കർത്താവിൻ്റെ ശക്തിയോ, അവിടുത്തെ ബലം, അവിടുത്തെ സാന്നിധ്യം ഇന്ന് പകലിലും തിരിച്ചറിയാൻ തൻ്റെ ജനത്തിന് ഇടയാവണം. നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ. കൽവറി ക്രൂശിലൂടെ നമ്മുടെ സകല പാപങ്ങളെയും അകൃത്യങ്ങളെയും വേദനകളെയും ചുമന്ന് മാറ്റിക്കൊണ്ട് ക്രൂശിന്മേൽ ജയോത്സവം കൊണ്ടാടി. ക്രൂശ് തകർച്ചയല്ല. പിശാച് വിചാരിച്ചു ക്രൂശിന്മേൽ തറച്ചു കഴിഞ്ഞാൽ അവിടം കൊണ്ട് തീരും. പക്ഷേ ഇപ്പുറത്ത് ക്രൂശിന്മേൽ ജയോത്സവം കൊണ്ടാടി ശാപത്തെ തകർത്തു, പാപത്തെ തകർത്തു, രോഗങ്ങളെ അവിടുത്തെ അടിപ്പിണലാൽ ജയിച്ചു. അങ്ങനെയെങ്കിൽ ഇന്ന് പകലിലും ക്രൂശിൻ്റെ ശക്തിയുടെ വ്യാപാരം നമ്മുടെ അകത്ത് വെളിപ്പെട്ട് വരാൻ ആത്മാവിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പ്രശസ്തമാകുമ്പോൾ രക്ഷിക്കപ്പെടുന്ന നമുക്കോ അത് ദൈവത്തിൻ്റെ ശക്തിയായി വെളിപ്പെടും. ആ ക്രൂശീകരണത്തിലൂടെ മൂന്നാം ദിവസം നടന്ന ഉയർപ്പിലൂടെ പിശാചിൻ്റെ സകല സാമ്രാജ്യങ്ങളും തകർക്കപ്പെട്ടു. എൻ്റെ യേശു ഉയർത്തെഴുന്നേറ്റു. 40-ാം ദിവസം സ്വർഗാരോഹണം ചെയ്തു. ഞാൻ പോയതുപോലെ മടങ്ങി വരുമെന്ന് അവിടുന്ന് അരുളി ചെയ്തു. അവിടുത്തെ വരവ് വാതുക്കലായിരുന്നു. സഹോദരങ്ങളെ, യേശുക്രിസ്തുവിൻ്റെ വരവിനു വേണ്ടി ഒരു ഒരുക്കം നമുക്ക് വളരെ അത്യാവശ്യമാണ്. ആര് ഒരുങ്ങാൻ തയ്യാറാകും? ആര് വിശ്വസിക്കാൻ തയ്യാറാകും? ആര് ദൈവകൃപ ഏറ്റെടുക്കാൻ തയ്യാറാകും? അവരുടെ മേൽ ദൈവ മഹത്വം വെളിപ്പെടുത്തും. ഒരുങ്ങിയിട്ടുണ്ടോ ഇന്ന് കർത്താവിൻ്റെ വരവിന് വേണ്ടി? നമുക്ക് വേണ്ടി കൽവറിയുടെ കൊലക്കളത്തിൽ അവിടുത്തെ ശരീരം തകർക്കപ്പെട്ടു, നുറുക്കപ്പെട്ടു. കണ്ടാൽ ആളറിയാതെ വണ്ണം എൻ്റെ യേശുവിൻ്റെ രൂപം വികൃതമായി തീർന്നു. എന്തിനാ? നമ്മുടെ പാപത്തിന് വേണ്ടി, നമ്മളെ നേടുവാൻ, നമ്മുടെ ശിക്ഷയെ മാറ്റുവാൻ, നമ്മളെ രക്ഷിക്കുവാൻ. അത് മറന്നു പോകരുത്. അങ്ങനെയെങ്കിൽ ആ കർത്താവിൻ്റെ നാമത്തിനു വേണ്ടി ശക്തിയോടെ നിൽക്കുവാൻ, പൈശാചികാധിപത്യങ്ങളെ തകർക്കുവാൻ ഇന്ന് പകലിലും നമുക്ക് ആത്മാവിൽ പോരാടി പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ വരവിനായി ഒരു ഒരുക്കം നമുക്ക് ആവശ്യമല്ല, വളരെ അത്യാവശ്യമാണ്. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ പ്രത്യക്ഷതയ്ക്കായി എൻ്റെ യേശു പാപം കൂടാതെ രണ്ടാമതും വരും. വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്യൂ. അവിടുന്ന് വരാറായി. പ്രിയ സഹോദരങ്ങളെ, രക്ഷ വ്യക്തിപരമാണ്. ഞാൻ രക്ഷിക്കപ്പെട്ടാൽ എൻ്റെ കുടുംബം പോവില്ല. വ്യക്തിപരമായി എൻ്റെ മക്കൾ രക്ഷിക്കപ്പെട്ടാൽ ഞാൻ പോവില്ല. അതുകൊണ്ട് വ്യക്തിപരമായി എനിക്ക് യേശുവിനെ വേണം. ആ കർത്താവിനെ ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നു എന്ന് ഇന്ന് പകലും വിശ്വസിക്കാൻ തയ്യാറാകൂ. നാളെ ഒരു അവസരം കിട്ടുമെന്ന് ചിന്തിക്കരുത്. കർത്താവിൻ്റെ സമയം വന്നിരിക്കുന്നു. ആകയാൽ വിശുദ്ധിയോടെ അവിടുത്തെ വരവിനായി നമുക്കൊരുങ്ങാം. കർത്താവ് സഹായിക്കട്ടെ. വളരെ സുപരിതമായൊരു വാക്യം 2 പീറ്റർ 1:11 2 പത്രോസ് 1:11
ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. ഇങ്ങനെ ചെയ്താൽ നാം ഒരു നാളും ഇടറിപ്പോകയില്ല. ഇടറിപ്പോകാതിരിക്കേണ്ടതിന് എന്താണ് ചെയ്യേണ്ടത്? ഇതിന് തൊട്ട് മുമ്പത്തെ വാക്യം വായിക്കണം. പത്രോസ്ലീഹ ദൈവത്തിൻ്റെ രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നീതിയാൽ ഞങ്ങൾക്ക് ലഭിച്ചതുപോലെ അതേ വിലയേറിയ വിശ്വാസം ലഭിച്ചവർക്ക് താൻ എഴുതുന്ന ശക്തമായ ലേഖനമാണ് ഈ രണ്ടാമത്തെ ലേഖനവും. പറയുകയാണ്, ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഇടറിപ്പോകയില്ല. ഇടറിപ്പോകാനുള്ള സാഹചര്യങ്ങളുണ്ട്, വീഴാനുള്ള സാഹചര്യമുണ്ട്, എഴുന്നേൽക്കാൻ പറ്റാത്ത അവസ്ഥകൾ വരും. പക്ഷേ ഇങ്ങനെ ചെയ്താൽ ഇടറിപ്പോവില്ല. എങ്ങനെ ചെയ്താൽ? അതിൻ്റെ തൊട്ട് മുമ്പത്തെ വാക്യം നാം വായിക്കണം. അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കാൻ അധികം ശ്രമിക്കണം. നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും. അതിന് തൊട്ട് മുമ്പത്തെ വാക്യം പറയുന്നുണ്ട്, വിശ്വാസത്തോട് വീര്യം ഉണ്ടാവണം. വിശ്വാസത്തിനകത്ത് വീര്യമുണ്ടാവണം. ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് വിശ്വസിക്കുക. മാത്രമല്ല, വിശ്വാസം സ്ട്രോങ് ആയിരിക്കണം, ശക്തമായിരിക്കണം. സകലത്തെയും ജയിക്കാൻ കഴിയുമെന്നും എനിക്ക് കഴിയാത്ത ഒരു കാര്യവുമില്ലെന്നും ഞാൻ പോകുമ്പോൾ ദൈവം എൻ്റെ കൂടെ ഇരുന്ന് അസാധ്യങ്ങളെ സാധ്യമാക്കും എന്നുള്ള വിശ്വാസം ശക്തമാകണം, സ്ട്രോങ് ആവണം. പ്രൈസ് ദ ലോർഡ്. പൗലോസ്ലീഹയ്ക്ക് അതാണ് ശക്തമായി വിളിച്ചു പറയുന്നത്. വിശ്വാസത്തിൽ ഞാൻ നിലനിൽക്കും, വിശ്വാസത്തിൽ പോരാടണം. പ്രൈസ് ദ ലോർഡ്. ഇതൊക്കെ പറയുമ്പോൾ പരിശുദ്ധാത്മാവിന് ഇന്ന് പകൽ പറയാനുള്ള സന്ദേശം വളരെ ശക്തമാണ് പ്രിയരെ. നമ്മുടെ വിളി തിരഞ്ഞെടുപ്പ്. വിളിച്ചവൻ ആരാണ്? തിരഞ്ഞെടുത്തവൻ ആരാണ്? എന്തിന് തിരഞ്ഞെടുത്തു എന്ന ഉറപ്പ് നമ്മുടെ അകത്ത് വെളിപ്പെടുമെങ്കിൽ ഇടറിപ്പോകില്ല. നിത്യരാജ്യത്തിലെത്താൻ ഇടയാവും. നമ്മുടെ അൾട്ടിമേറ്റ് എയിം ഇവിടെ കുറേ സമ്പാദ്യങ്ങൾ സമ്പാദിച്ച് ഇവിടെ കിടക്കാനല്ല, കർത്താവിൻ്റെ രാജ്യത്തിൽ, നിത്യരാജ്യത്തിൽ ചേരണമെങ്കിൽ ഇടറിപ്പോകരുത്. സ്ട്രോങ് ആയിട്ട് നിൽക്കണം, വീണു പോവരുത്. ആത്മാവിൽ ശക്തിയോടെ നിൽക്കണം, ബലത്തോടെ നിൽക്കണം, അഭിഷേകത്തോടെ നിൽക്കണം. വേണമെങ്കിൽ ഇന്ന് നമ്മൾ ഒന്നുകൂടെ തീരുമാനമെടുക്കണം. ഞങ്ങളുടെ വിളി തിരഞ്ഞെടുപ്പ്. എന്ത് വിളി? സ്വർഗീയ വിളി, പരമവിളി, ശ്രേഷ്ഠവിളി. മറന്നു പോകരുത്. സ്വർഗസ്ഥനായ ദൈവം എന്നെ വിളിച്ചത് കൊണ്ട് അത് സ്വർഗീയ വിളിയാണ്. പരമോന്നതനായ ദൈവമാണ് എന്നെ വിളിച്ചു എന്നുള്ളത് കൊണ്ട് അത് പരമവിളിയാണ്. ശ്രേഷ്ഠനായ കർത്താവ് എന്നെ വിളിച്ചു എന്നുള്ളത് കൊണ്ട് അത് ശ്രേഷ്ഠവിളിയാണ്. മറന്നു പോകരുത് പ്രിയരെ. ആ വിളി ഇന്ന് പകലൊന്ന് ഉറപ്പാക്കുമെങ്കിൽ, എന്നെ വിളിച്ചത് മനുഷ്യനല്ല, ഒരു പാസ്റ്ററല്ല, ഒരു നേതാവല്ല, കുടുംബക്കാരുമല്ല, ദോഷികളും പാപികളും ആയിരുന്ന ഇടത്ത് നിന്ന് എന്നെ വിളിച്ചു വേർതിരിച്ചത്, എനിക്ക് വേണ്ടി അവസാനത്തുള്ളി രക്തവും ഊറ്റിത്തന്ന എൻ്റെ കർത്താവിനെ വിളിച്ചെങ്കിൽ, വിളിച്ചവൻ വിശ്വസ്തൻ, വിളിച്ചവൻ ഉണ്മയുള്ളവൻ, വിളിച്ചവൻ എത്തിക്കേണ്ടിടത്ത് എത്തിക്കാൻ കഴിവുള്ളവൻ, വിളിച്ചവൻ വഴിയിലിട്ടേച്ചു പോകാത്തവൻ, വിളിച്ചവൻ ഇന്നലെയും ഇന്നേക്കും അനന്യനായവൻ, വിളിച്ചവൻ സൗഖ്യമാക്കുന്നവൻ, വിളിച്ചവൻ കൂടിച്ചേർക്കാൻ കഴിവുള്ളവൻ, വിളിച്ചവൻ വിളിച്ചു വരുത്തുന്നവൻ. ധൈര്യത്തോടെ പറയാമോ? എന്നെ തിരഞ്ഞെടുത്തത് എന്തിനാണ്? സ്വർഗരാജ്യത്തിലെത്താനാണ്. ഞാനത് വിശ്വസിക്കുന്നു. വിളിയും തിരഞ്ഞെടുപ്പും തിരഞ്ഞെടുത്തു. പ്രൈസ് ദി ലോർഡ്. വിളിക്കപ്പെട്ടവർ അനേകരെങ്കിലും അതിൽ നിന്നൊരു സെലക്ഷനുണ്ട്. ആ സെലക്ഷൻ എന്തിനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ കൂട്ടത്തിലാണ്. അതുകൊണ്ട് എനിക്ക് ടെൻഷനില്ല. നാളെ ഓർത്ത് ഞാൻ ഭാരപ്പെടുന്നില്ല. ഞാൻ കർത്താവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് എന്ന ഒരു
ഉറപ്പ്. എൻ്റെ കുടുംബം തിരഞ്ഞെടുക്കപ്പെട്ടതാണ്, എൻ്റെ സഭ തിരഞ്ഞെടുക്കപ്പെട്ടതാണ്. അങ്ങനെയെങ്കിൽ ഇനിയും വരുന്ന സകല വിഷയത്തിന്മേലും ഞങ്ങൾ ഇടറിപ്പോവില്ല. അങ്ങനെ ഇടറിപ്പോകാതിരിക്കാൻ ഇന്ന് പകലും പരിശുദ്ധാത്മാവ് നിങ്ങളെ ബുദ്ധി ഉപദേശിക്കുന്നു. ധൈര്യത്തോടെ പറ, ഇടറിപ്പോവില്ല, ഞങ്ങൾ പാതറത്തില്ല, ഞങ്ങൾ സംശയിക്കത്തില്ല. എന്നെ വിളിച്ചവനാരാന്നും എന്നെ തിരഞ്ഞെടുത്തവനാരാന്നും എന്തിനാണ് തിരഞ്ഞെടുത്തതെന്നും എന്തിനാണെന്ന് വിളിച്ചതെന്നും ആ വിളിയുടെ ഉദ്ദേശവും ആ വിളിയുടെ ആഴങ്ങളും ഞാൻ മനസ്സിലാക്കുന്നു എന്ന് ഇന്ന് പകൽ പ്രഖ്യാപിക്കാൻ തയ്യാറാകൂ. നിങ്ങളുടെ തലമുറകൾ തകരില്ല, നിങ്ങളുടെ കുടുംബജീവിതം തകരില്ല, നിങ്ങളുടെ പ്രാർത്ഥന തകരില്ല, അഭിഷേകത്തിൻ്റെ ശക്തി തകരില്ല. സകലത്തെയും ജയിക്കുന്ന ഒരു അനോയിന്റിംഗ് ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് കൈമാറുകയാണ്. വിശ്വാസത്തിനകത്ത് വീര്യം വ്യാപരിക്കട്ടെ, വിശ്വാസം സ്ട്രോങ് ആകട്ടെ, വിശ്വാസം ശക്തമാകട്ടെ. അടഞ്ഞതിനെ തുറക്കുന്ന വിശ്വാസത്തിൻ്റെ വീര്യം, ഇല്ലാത്തതിനെ വിളിച്ചു വരുത്തുന്ന വിശ്വാസത്തിൻ്റെ വീര്യം, നഷ്ടപ്പെട്ടതിനെ തിരിച്ചു വിളിക്കുന്ന വിശ്വാസത്തിൻ്റെ വീര്യം, മടക്കി കൊണ്ടുവരേണ്ടതിനെ മടക്കി കൊണ്ടുവരുന്ന വിശ്വാസത്തിൻ്റെ പവർ ഇന്ന് പകൽ നിങ്ങളുടെ അകത്ത് വെളിപ്പെട്ടു വരുമെങ്കിൽ വിളിയും തിരഞ്ഞെടുപ്പും ഈ പകലൊന്ന് ഉറപ്പാക്കണം. ഉറപ്പാക്കിയാൽ ഇടറിപ്പോവില്ല. നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കാൻ അത് മുഖാന്തരം ഇടയാക്കുമെന്ന് പരിശുദ്ധാത്മാവിൽ നിങ്ങളോട് വചനത്തിലൂടെ വിളിച്ചു പറയാൻ എനിക്ക് നിയോഗമുണ്ട്. ധൈര്യത്തോടെ പറ, ഇടറിപ്പോകില്ല, ഞങ്ങൾ ഇടറിപ്പോവില്ല, എൻ്റെ കുടുംബം ഇടറിപ്പോവില്ല, എൻ്റെ തലമുറകൾ പകുതി വഴിക്ക് ഇടറിപ്പോവില്ല. കാരണം വിളിച്ചവനാരാന്ന് എനിക്കറിയാം. അറിവിന്ന് പകൽ നമ്മളെ ശക്തിയോടെ നയിക്കട്ടെ, ബലത്തോടെ നയിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഒരു വലിയ ദൈവ സാന്നിധ്യം ഇന്ന് പകൽ നിങ്ങളുടെ അകത്ത് വരട്ടെ. ആത്മാവിൻ്റെ വലിയ ഉണർവ് വരട്ടെ, ആത്മശക്തി വ്യാപരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്നൊന്ന് ഉറപ്പാക്കണം. വിളിയും തിരഞ്ഞെടുപ്പും മാത്രമല്ല, ഇടറിപ്പോകരുത്, ഇടറിപ്പോകരുത്, ഇടറിപ്പോകരുത്. യേശുവിൻ്റെ നാമത്തെ ധൈര്യത്തോടെ വിളിച്ചു പറ, എൻ്റെ യേശു വാക്കുമാറാത്തവൻ, എൻ്റെ യേശുവിൽ ഞാൻ വിശ്വസിക്കുന്നു. പ്രതികൂലം വന്നാലും പ്രതിസന്ധി വന്നാലും എൻ്റെ യേശു എന്നെ കൈവിടില്ല, ഞാൻ ഇടറിപ്പോവില്ല. എൻ്റെ കാര്യത്തിൽ പിടിച്ചവനെ എനിക്കറിയാം. ധൈര്യത്തോടെ പ്രഖ്യാപിക്കാൻ എത്ര പേർ തയ്യാറുണ്ട്? യേശുവിൻ്റെ നാമത്തിൽ പരിശുദ്ധ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഇന്ന് പകലിലും ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ വചനത്തിൻ്റെ ശക്തി ഞങ്ങളെ ജീവിപ്പിച്ചിരിക്കാൻ സ്തോത്രം. പരിശുദ്ധാത്മാവ് ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്നതിനായി സ്തോത്രം. ഇടറിപ്പോകാതെ നിത്യജീവങ്കിലേക്ക് നടത്തപ്പെടാൻ ഞങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പ് ഉറപ്പാക്കാൻ അവിടെ ഞങ്ങളെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആ ബലത്തോടെ, ആ ഉറപ്പോടെ ഇന്ന് പകൽ ഞങ്ങളുടെ കുടുംബങ്ങളെ ദൈവം നയിക്കുന്നതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ അമിത ബലം അവിടുത്തെ ജനത്തിൻ്റെ മേൽ വ്യാപരിക്കട്ടെ, സൗഖ്യം വ്യാപരിക്കട്ടെ, ധൈര്യം വ്യാപരിക്കട്ടെ. ഞങ്ങളുടെ മഹത്വമുള്ള ഭുജം ഞങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുത്തിയിരിക്കാൻ സ്തോത്രം. സകല ബഹുമാനവും പുകഴ്ചകളും തൃപ്പാദത്തിങ്കൽ മാത്രം അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ കൃപയുണ്ടായി പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ക്രിസ്തുവിൽ വാത്സല്യ സഹോദരങ്ങളെ, ധൈര്യത്തോടെ പ്രസ്താവിക്കൂ, ഞങ്ങൾ ഇടറിപ്പോവില്ല, ഞങ്ങൾ പതറിപ്പോവില്ല. ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കാൻ കർത്താവ് ഞങ്ങളുടെ കൂടെയുണ്ട്. വിളിച്ചവൻ കൂടെയുണ്ട്. തിരഞ്ഞെടുത്തവൻ ആരാന്ന് ഞങ്ങൾക്കറിയാം. ധൈര്യത്തോടെ പ്രഖ്യാപിക്കൂ. ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ക്രിസ്തു യേശുവിൽ നിങ്ങളുടെ സഹോദരൻ പ്രശ്നിച്ചു.